ആവേശപൂർവ്വം മുന്നേറുകയായിരുന്ന മാർക്കറ്റിന് കഴിഞ്ഞ ആഴ്ച നേരിട്ട തിരിച്ചടി, അതിന്റെ ആഘാതം വരും ദിവസങ്ങളിലേക്ക് സംക്രമിക്കുമോ? നിക്ഷേപ കാലാവസ്ഥ അനുകൂലമാകാൻ ആരംഭിച്ചപ്പോഴേക്ക് അവസരം മുതലാക്കാൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെ? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏതൊക്കെ മേഖലകളിലെ ഓഹരികളാണ് വാങ്ങിക്കൂട്ടുന്നത്? ഫോക്കസ് ഓൺ ഫൈനാൻസിന്റെ ഈ മാർക്കറ്റ് റിവ്യൂ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. ഓഗസ്റ്റ് 17 ആരംഭിച്ച് 21 അവസാനിക്കുന്ന വ്യാപാര വാരത്തിൽ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്ന സപ്പോർട്ട്, റെസിസ്റ്റൻസ് റേഞ്ചുകൾ, ഡിവിഡൻഡ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട റെക്കോർഡ് ഡേറ്റുകൾ എന്നിവയും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കടന്നുപോയ വ്യാപാര വാരത്തിൽ മാർക്കറ്റിന്റെ ആവേശകരമായ മുന്നേറ്റത്തിന് തടസ്സമായത് പ്രധാനമായും 3 സംഭവങ്ങളാണ്. ഒന്ന്, ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരന്റെ രാജി. 2, US-ഇറാൻ സംഘർഷം മൂർച്ഛിച്ചേക്കുമോ എന്ന ആശങ്ക മൂലം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധന. 3, ക്രൂഡ് ഓയിൽ വിലയിലെ കുതിപ്പിൽ രൂപയ്ക്കുണ്ടായ ദൗർബല്യം. ക്രൂഡ് ഓയിൽ വില വർധന, രൂപയുടെ വിലയിടിവ് എന്നിവയെക്കാളൊക്കെ വലിയ ആഘാതം മാർക്കറ്റിൽ സൃഷ്ടിച്ചത് ടാറ്റ സൺസ് ചെയർമാൻ ചന്ദ്രശേഖരന്റെ രാജിയാണ്. ടാറ്റ ഗ്രൂപ്പ് ഓഹരികളുടെ വിലയിൽ ഗണ്യമായ ഇടിവാണ് സംഭവിച്ചത്. ടാറ്റ ഗ്രൂപ്പ് ഓഹരികളുടെ വില തകർച്ച ആകമാന വിപണിയെയും പിടിച്ചു താഴ്ത്തുന്നതായി. ടാറ്റ ഗ്രൂപ്പ് കമ്പനികളിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതായത് വിപണി മൂല്യം ഉള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ TCSന്റെ ഓഹരി വില 5% ഇടിഞ്ഞത്. ടൈറ്റൻ, ടാറ്റ സ്റ്റീൽ, ടാറ്റ പവർ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ടാറ്റ കൺസ്യൂമർ, ട്രെൻഡ് എന്നിവയുടെ ഓഹരികളിലും വിലയിടിവ് ഗണ്യമായിരുന്നു. ടാറ്റ ഗ്രൂപ്പിന്റെ അതിവേഗ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിപ്പോന്നത് ചന്ദ്രശേഖരൻ ആണ്. ചന്ദ്രശേഖരന്റെ ഒഴിവ് 11 ലക്ഷം കോടിയിലേറെ രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്ന ആശങ്കയാണ് മാർക്കറ്റിനെ ആകെ തന്നെ തളർത്തിക്കളഞ്ഞത്. 5 വർഷം കൊണ്ട് 11 ലക്ഷം കോടി രൂപ ചെലവിടാനായിരുന്നു ചന്ദ്രശേഖരന്റെ ഉദ്ദേശ്യം. രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുമെന്നതുകൊണ്ടാണ് ക്രൂഡ് ഓയിൽ വില വർധന മാർക്കറ്റിനെ അസ്വസ്ഥമാക്കിയത്. ബ്രെന്റ് ക്രൂഡിന്റെ അവധി വില ബാരലിന് $90 നിലവാരത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. US ഡോളറുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് 95 നിലവാരത്തിൽ നേടാൻ തുടങ്ങുമ്പോഴാണ് ക്രൂഡ് ഓയിൽ വില വർധന വെല്ലുവിളിയായിരിക്കുന്നത്. പ്രതികൂലമായ ഈ സംഭവ വികാസങ്ങൾക്കിടയിലും പ്രതീക്ഷ പകരുന്നതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുള്ള ഡോളർ പ്രവാഹം. ജൂലൈയിൽ, അതായത് കഴിഞ്ഞ മാസം, 20,200 കോടി രൂപയുടെ ഓഹരികൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഈ മാസവും നല്ല നിലയിൽ തന്നെ നിക്ഷേപം തുടരുന്നതായാണ് കാണുന്നത്. ഓഗസ്റ്റ് 5, 6 തീയതികളിൽ ഒഴികെ ഓഗസ്റ്റ് 3-നും 14-നും ഇടയിലെ എല്ലാ വ്യാപാര ദിനങ്ങളിലും മാർക്കറ്റിന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുള്ള കനത്ത പിന്തുണ ലഭിച്ചു. ഇക്വിറ്റി ക്യാഷ് മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തിയത് 17,000 കോടി രൂപയ്ക്ക് തുല്യമായ ഡോളറാണ്. 3000-ലേറെ കമ്പനികളിൽ നിന്ന് ഈ സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദ പ്രവർത്തന ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അതായത് Q2 ഫിനാൻഷ്യൽ റിസൾട്ട്സ് പുറത്തു വന്നു കഴിഞ്ഞു. അവയിൽ നല്ല പങ്കും മെച്ചപ്പെട്ട നിലവാരമാണ് കാഴ്ചവെച്ചത്. ഗ്ലോബൽ ഫണ്ട് മാനേജർമാരെ ബൈ ഇന്ത്യ സ്ട്രാറ്റജി സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത് കോർപ്പറേറ്റ് ഏർണിംഗ്സിന്റെ ഈ മികവ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപടികളെ തുടർന്ന് ഇന്ത്യൻ കറൻസി ആർജിച്ചിരിക്കുന്ന സ്ഥിരത, പണപ്പെരുപ്പത്തിന്റെ കുറഞ്ഞ നിലവാരം, ഇന്ത്യയുടെ അതിവേഗ സാമ്പത്തിക വളർച്ച എന്നിവയാണ്. ഓഹരി വിലകളുടെ, പ്രത്യേകിച്ചും ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ ന്യായമായ നിലവാരവും ഇന്ത്യൻ മാർക്കറ്റിന്റെ മികച്ച ആകർഷണമാണ്. മറ്റ് വികസ്വര വിപണികളെ അപേക്ഷിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ലഭിക്കാവുന്ന അധിക നേട്ടവും ഗ്ലോബൽ ഫണ്ട് മാനേജർമാർ പരിഗണിക്കുന്നു. ഇനി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഏതൊക്കെ സെക്ടറുകളിൽപ്പെട്ട കമ്പനികളുടെ ഓഹരികളാണ് വാങ്ങിക്കൂട്ടുന്നത് എന്ന് നോക്കാം. BFSI എന്ന് ചുരുക്കി പറയുന്ന ബാങ്കിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടർ, അതിൽപ്പെട്ട കമ്പനികളുടെ ഓഹരികൾക്ക് ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് വളരെ മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ മറ്റൊരു ഫേവറിറ്റ് സെക്ടർ കൺസ്യൂമർ സർവീസസ് ആണ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കമ്പനികളുടെ ഓഹരികളിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് താല്പര്യം കാട്ടുന്നുണ്ട്. പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ സെക്ടറുകളും ഓവർസീസ് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്നു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവിലൂടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് 2,37,500 കോടി രൂപ വരെ എത്തിയേക്കുമെന്നാണ് രാജ്യാന്തര ഏജൻസികളുടെ ഏകദേശ അനുമാനം.
ഫിച്ച് റേറ്റിംഗ്സ്, IMF, വേൾഡ് ബാങ്ക്, ഗ്ലോബൽ ബ്രോക്കറേജസ് തുടങ്ങിയ ഏജൻസികളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച് ലക്ഷ്യമാക്കിയിട്ടുള്ള അനുമാനങ്ങൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ മുൻകാലങ്ങളിലേക്കാൾ കൂടുതലായി ആകർഷിക്കുമെന്ന് കരുതുന്നുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് പ്രവഹിക്കുന്ന പണത്തിന്റെ എത്രയോ ഇരട്ടിയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയ മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയിൽ നിന്ന് മാർക്കറ്റിലേക്ക് പ്രവഹിക്കുന്നത്. ഈ മാസം ഇതിനോടകം തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുള്ള പിന്തുണ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ പക്കൽ നിന്നുള്ള ഇൻഫ്ലോയേക്കാൾ വളരെയധികമായിരുന്നു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുമുള്ള പണപ്രവാഹം മെച്ചപ്പെടുന്നതോടെ സ്റ്റോക്ക് ഇൻഡെക്സുകൾക്ക് റെക്കോർഡ് ഉയർച്ച സാധ്യമാകും. അടുത്ത ജൂൺ മാസത്തോടെ നിഫ്റ്റി 26,500 പോയിന്റിലെത്തേക്കുമെന്നാണ് ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം. നിഫ്റ്റിയുടെ നിലവിലെ റെക്കോർഡ് 26,373 പോയിന്റ് മാത്രമാണ്. ഇനി ഓഗസ്റ്റ് 17 ആരംഭിച്ച് 21 അവസാനിക്കുന്ന വ്യാപാര വാരത്തിലെ സ്റ്റോക്ക് മാർക്കറ്റ് സാധ്യതകൾ നോക്കാം. കടന്നുപോയ ആഴ്ച സെൻസെക്സ് ക്ലോസ് ചെയ്തത് 78,009.25 എന്ന നിലവാരത്തിലാണ്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് 24,366 നിലവാരത്തിൽ. നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തത് 57,491.10 നിലവാരത്തിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ഇടിവിന്റെ ആവർത്തനം ഓഗസ്റ്റ് 17 തുടങ്ങുന്ന വ്യാപാര വാരത്തിൽ ഉണ്ടാവില്ലെന്ന് കരുതാം. നിഫ്റ്റിയുടെ സപ്പോർട്ട് റേഞ്ച് 23,900, 24,000 നിലവാരത്തിലായിരിക്കും എന്നാണ് കണക്കാക്കുന്നത്. അനുമാനിക്കുന്ന റെസിസ്റ്റൻസ് റേഞ്ച് 24,650, 24,750 പോയിന്റ്. ഇനി ഡിവിഡന്റിന് അർഹതയുള്ള ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ എന്ന് നിർണ്ണയിക്കുന്നതിന് വിവിധ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകൾ നോക്കാം. നിലവിൽ 2 രൂപ ഫേസ് വാല്യൂ ഉള്ള ഓഹരികൾ 2 ആയി വിഭജിക്കാൻ കിർലോസ്കർ ന്യൂമാറ്റിക് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സിന്റെ കൈവശമുള്ള ഓരോ ഓഹരിക്കും ഓരോ ഓഹരി സൗജന്യമായി ലഭിക്കും എന്നാണ് ഇതിനർത്ഥം. സ്റ്റോക്ക് സ്പ്ലിറ്റ് ആനുകൂല്യം ലഭിക്കുക റെക്കോർഡ് ഡേറ്റിൽ കമ്പനിയുടെ രജിസ്റ്ററിൽ പേരുള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമായിരിക്കും. കിർലോസ്കർ ന്യൂമാറ്റിക് കമ്പനി നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റ് ഓഗസ്റ്റ് 18 ആണ്.